കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ഇടുന്ന സമയത്ത് ഇന്ന് കിരണിന്റെ കല്യാണിന്റെയും വിശേഷം അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ നമ്മൾ നാളെ കാണുന്ന അമലുവും കല്യാണിയും കൂടെ സംസാരിക്കണ സമയത്ത് അമലുവിനോട് കല്യാണി പറഞ്ഞ്, എനിക്ക് ഉറപ്പുണ്ട് അമലു ഒരു കാരണവശാലും ഈ തവണ അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, അവൻ എന്തായാലും പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അമലു ചോദിച്ചു, അല്ല അവനെ അത്ര പെട്ടെന്ന് പിടികൂടാൻ പറ്റുമോ? പിന്നെ അല്ലാതെ കിരണ എണ്ണും വെയിലും ഒക്കെ പോയിട്ടുണ്ടല്ലോ, അവൻ അധിക സമയമൊന്നും ഒളിച്ചിടിക്കാൻ പറ്റില്ല, അവന് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതിയാവുള്ളൂ. ഇനിയിപ്പം കാർത്തിയേച്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവന്റെ വരവ്. കാർത്തിയേച്ചിയുടെ കല്യാണം മുടങ്ങിയിട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കില്ല, ഏത് വിധേനെ അതും മുടക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമലു പറഞ്ഞു, ഇനിയും മുമ്പത്തെ പോലെ വല്ല ദുരന്തം ഉണ്ടാകുമോ? എനിക്ക് അതൊക്കെ ഓർത്തിട്ടാ കല്യാണിച്ച് പേടിക്കൊന്നും വേണ്ട. അവനിപ്പം എന്തെങ്കിലും ചെയ്തിട്ടോ, അവൻ ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തിട്ടോ കിരണായിട്ട് അങ്ങോട്ട് ഇങ്ങ് വരാൻ പോകുന്നുള്ളൂ, അല്ലാതെ അവരിനിയിപ്പോ അന്വേഷണം നിർത്താൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. പിന്നീട് അമലുവിനോട് പറഞ്ഞു, ഞാനേ കാർത്തിയേച്ചിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ, കാർത്തിയേച്ചി വിഷമിച്ചിരിക്കുവാന്ന് തോന്നേ. അതും പറഞ്ഞുകൊണ്ട് നേരെ കല്യാണി കാർത്തികയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പറഞ്ഞത് ശരിയായിരുന്നു, കാർത്തിക അല്ലാതെ വിഷമിച്ചിരിക്കുക. കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി ചോദിച്ചു, അല്ല കിരൺ വിളിക്കാൻ മറ്റോ ചെയ്തോ? ഇല്ലേ ചേച്ചി, ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല, അവനെ കുറിച്ച് വല്ല വിവരം കിട്ടുമോന്ന് അറിയത്തില്ല, പിന്നെ എപ്പോഴും ഞാൻ വിളിച്ച് ശല്യം ചെയ്യുന്ന എങ്ങനെയാന്ന് ഓർത്തിട്ടാ വിളിക്കാതിരുന്നേന്ന് പറഞ്ഞു. കാർത്തി പറഞ്ഞു, അവനെ പിടികൂടാൻ പറ്റുമോ കല്യാണി? എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയണ. കാർത്തി ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഞങ്ങളൊക്കെയല്ലേ സപ്പോർട്ടായിട്ട്. എനിക്ക് എന്റെ കാര്യത്തിൽ വിഷമമില്ല, ദിലീപേന്റെ ഒക്കെ കാര്യം ഓർത്തിട്ടാ സങ്കടം. എനിക്ക് ഈ കല്യാണം വേണ്ട കല്യാണി. ഇനി ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞു. ഒരപകടം സംഭവിക്കാൻ പോകുന്നില്ല. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവനെ ജയിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ, ഈ കല്യാണം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവൻ ജയിച്ചെന്നല്ലേ അതിനർത്ഥം. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥിരിക്കുന്നത്? അങ്ങനെ ജീവിക്കാനാണെങ്കിൽ ജീവിക്കേണ്ട കാര്യമുണ്ടോ ചേച്ചി? പോരാടി തോൽക്കുന്നതിനും അതിൻ്റെതായ ഒരു അന്തസ്സില്ലെന്ന് ചോദിച്ചു. കാർത്തി പറഞ്ഞു, അത് ശരിയാ, ധൈര്യമായിട്ടിരിക്കുക, അവരൊക്കെ പോയിട്ടുണ്ടല്ലോ. ഇങ്ങോട്ടേക്ക് എങ്ങനെ അവൻ വരുവാണെങ്കിൽ എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അവനെ തീർക്കൂന്ന് പറയണം. പിന്നീട് കാർത്തി വെച്ചു, അല്ല അച്ഛന്റെ പേരും വല്ല അറിയാവോ? അതെ, കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞപ്പം അച്ഛനാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ഭജന ഇരിക്കുമല്ലേ, ആ ഒരു വിഷമം അച്ഛന്. സാരമില്ല, കാർത്തിയേച്ചി സമാധാനമായിട്ടിരിക്കുക. പക്ഷേങ്കിൽ ഹോസ്പിറ്റലാന്നുള്ള കാര്യം ഈ പറയുന്ന കാർത്തികയ്ക്കോ കല്യാണിക്കോ അറിയത്തില്ല. ഹോസ്പിറ്റലിൽ ICUയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക എന്നുള്ള കാര്യം അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്നു പോകും കാർത്തിയും കല്യാണിയും, അത് ഈ സമയത്ത് തന്നെ. പിന്നീട് കല്യാണി പറഞ്ഞു, അച്ഛന്റെ കാര്യം അറിയാലോ, അച്ഛന് നല്ല വിഷമമുണ്ട്. കാർത്തിയേച്ചിയുടെ കല്യാണം കാണാനായിട്ട് അച്ഛൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നല്ലേ, ആ സമയത്തല്ലേ ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത്. കാർത്തി പറഞ്ഞു, ഞാനൊരു ഭാഗ്യം കെട്ടവള, അതല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ പറയരുത് കാർത്തിയേച്ചി, അവനങ്ങനെ രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അവന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാത്തരത്തും പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരുടെയും കൺമുന്നിൽ ചെന്ന് പെടും. അവന് പിടി വീഴുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. പോലീസുകാരും അവനെ തപ്പി പരക്കം പായുന്നുണ്ടല്ലോ. കാർത്തി പറഞ്ഞു, അതൊക്കെ ശരിയാ, അവന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാലോ കല്യാണി, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് വിധേനം വേഷം മാറിയോ എങ്ങനെയും കയറാനായിട്ട് മിടുക്കൻ അവന്. അതുകൊണ്ട് നമ്മള് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ഇനിയിപ്പോ എനിക്ക് അച്ഛന്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. അച്ഛൻ ക്ഷേത്രത്തിൽ അവിടെ പോയി ഇരിക്കുമെന്നല്ലേ പറഞ്ഞേ. പിന്നെ കൂട്ടിനായിട്ട് ബാലണ്ണനും ബൈജു ഒക്കെ അടുത്ത് തന്നെ ഉണ്ട്, അത് തന്നെ പകുതി ഒരു സമാധാനമാ. അത് കേട്ടപ്പോ കാർത്തി പറഞ്ഞു, അത് ശരിയാ, ഞാൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ ഉണ്ടാകുന്നേ. ചേച്ചി കാരണോ? ചേച്ചി ഇങ്ങനൊന്നും പറയരുത്. അവനെ തീർക്കാന്നുള്ള ഇപ്പം നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യമായിട്ട് മാറുക. ഇനിയിപ്പൊ അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവനോടെ അവനെ വെറുതെ വിടാൻ പാടില്ല. അവൻ ജയിലിലേക്ക് പോയാലും എങ്ങനെയും ജയിലിൽ ചാടി പുറത്തു വരും. അതുകൊണ്ട് തീർക്കണമെന്നും പറഞ്ഞുകൊണ്ട് തന്നെയാ കിരണനൊക്കെ പോയിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നു. ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, അതെ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട എന്ന് കാർത്തിയോട് പറഞ്ഞു. ദിലീപ് കല്യാണത്തിന് പിന്മാറിയിട്ടില്ലല്ലോ, ഞാൻ കരുതിയത് കല്യാണത്തിന് പിന്മാറും, ഇനിയിപ്പൊ കല്യാണം നടക്കില്ല എന്നാ. അവന്റെ വാശി പോലെ ഇത് എടുത്തേക്കുന്നേ. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, എനിക്ക് അതാ പേടി അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാവല്ലേ ദിലീപേന്റെ അമ്മയ്ക്ക് ദിലീപേടൻ മാത്രമല്ലേ ഉള്ളൂ. ഇനി ദിലീപേടനും കൂടെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പിന്നെ ആരോ ഉള്ളേ, സഹിക്കാൻ പറ്റുമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെയാ, നമ്മള് ദിലീപേടനോട് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ. ദിലീപേടനല്ലേ കല്യാണത്തിന് പിന്മാറാത്തെ. ദിലീപേടന് ഒരു വാശിയുണ്ട്, അച്ഛനെ കൊന്നവനല്ലേ അവന്. അപ്പൊ പിന്നെ എന്തിനു വേണ്ടിയിട്ടാ അച്ഛനെ കൊന്നത്? കാർത്തിയേച്ചിന് വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ കാർത്തിയേച്ചിന് വിവാഹം കഴിക്കണം എന്നൊരു വാശിയാ. കാർത്തിയേച്ചിയും കൂടെ പിന്മാറിയിട്ടുണ്ടെങ്കിൽ ദിലീപേടൻ തോറ്റുപോന്ന് പറയാ. ജയിക്കണ്ടേ കാർത്തിയേച്ചി, നമ്മൾക്ക് ഇവിടെയെങ്കിലും ജയിക്കണം. ഇനി അവന് ആരുടെ നേർക്ക് കത്തി ഓങ്ങരുത്, ആരെ ഇല്ലാതാക്കാനും പാടില്ല.
അങ്ങനെയൊക്കെ പറഞ്ഞ് കാർത്തിയെ സമാധാനിപ്പിക്കുകയാണ്. കാർത്തിയ പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയോ അവിടെ ഇരുന്ന് ലക്ഷ്മി അമ്മയും കല്യാണിക്ക് ഒരു വിധത്തില് പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അതേ സമയത്ത് ഗംഗാപ്രസാദ് തന്റെ കൂട്ടാനോടൊപ്പമായിരുന്നു. അവനോട് പറഞ്ഞു, ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പൊ കല്യാണം നടക്കുമല്ലോ ഒന്നും അറിയത്തില്ല. പക്ഷേങ്കില് അങ്ങനെ എന്തേലും നടന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ ആയിപ്പോ. ഒരു പക്ഷേങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ല, കിരണിന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ പിടികൂടും എന്നുള്ള കാര്യം ഉറപ്പാ. അവന്റെ വീടിന് ചുറ്റും എപ്പോഴും പ്രൊട്ടക്ഷൻ കാണും. ഇപ്പം ദിലീപ് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അവിടേക്ക് ഇനി ചെല്ലത്തില്ലെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് നല്ലത്. അവനെ പൊക്കണം. അവനെ അങ്ങോട്ട് തീർത്ത് കളയുവാണെങ്കിൽ ഈ കല്യാണം നടക്കില്ലോ എന്ന് പറയണം. അപ്പോഴേക്കും കൂട്ടുകാരൻ പറഞ്ഞ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്, നിനക്കറിയാലോ. അങ്ങനെ എങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ നോക്കട്ടെ, എന്ത് വേണമെന്ന് എനിക്കറിയാം. ഒരു പക്ഷെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ ആ കിരണൊക്കെ എന്നെ അന്വേഷിച്ച് തപ്പി നടക്കുമായിരിക്കും. ആ സമയത്ത് അവന്റെ വീട്ടിലേക്ക് ചെല്ലുവാണെങ്കിൽ അതും ഒരു നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നണേന്ന് പറയണം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ഗംഗാപ്രസാദ് എടുക്കുന്നുണ്ട്. അങ്ങനെ സന്ധ്യയായി കഴിഞ്ഞപ്പം ദിലീപിന്റെ കൂട്ടുകാരും കൊണ്ട് സംസാരിക്കുകയാണ്. ദിലീപ് പറഞ്ഞു, ഇതുവരെയായിട്ട് അവനെ കുറിച്ചൊരു വിവരം കിട്ടിയിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞേ. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞു, നീ വിഷമിക്കണ്ടാ, ഇങ്ങോട്ടേക്ക് എങ്ങാനും അവൻ വരുവാണെങ്കിൽ അവന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ദിലീപ് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല അവനെക്കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ. അവനാള് ദുഷ്ടനാന്ന് പറയണ. അപ്പോഴേക്കും ഒരുത്തൻ പറഞ്ഞു, പേടിക്കണ്ട, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, മിക്കവാറും ഇനി നിന്നെ തന്നെ ആയിരിക്കും അവൻ ടാർജറ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ അവൻ ഈ ലൊക്കാലിറ്റി വിട്ടുപോകാൻ വഴിയില്ലെന്ന് പറഞ്ഞു. അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, നിന്റെ അച്ഛനെ തീർക്കാനായിട്ട് അവൻ ഇങ്ങോട്ട് വന്നില്ലേ, അതുകൊണ്ട് ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ അവൻ കാണുമായിരിക്കും. ഒരുപക്ഷെ കല്യാണം നടക്കാൻ പോവാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. വീണ്ടും വരുമെന്ന്? അതേനെ, വീണ്ടും വരും. കാരണം കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി അവന്റെ അടുത്ത ശ്രമം. അതിന് വേണ്ടിയിട്ട് അവന് വീണ്ടും വരും. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അവനെ പൊക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ദിലീപ് പറഞ്ഞു, ഇനി അവനെ എന്നെ കൈ കിട്ടുവാണെങ്കിൽ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും ഞാൻ അവനെ തീർത്ത് കളയും. എന്റെ അച്ഛനെ തീർത്തവനാ. അവനെ തീർത്തിട്ട് ജയിലിൽ പോകാൻ തയ്യാറായിട്ടാ ഞാൻ നിൽക്കണേന്ന് പറഞ്ഞു. എന്റെ മുന്നിൽ തന്നെ അവനെ ഒന്ന് കൊണ്ടുപോയിട്ട് തന്നാ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നൊക്കെ പറയണം. അതേ സമയത്ത് ചന്ദ്രസേനൻ കിരണിനെ വിളിക്കുകയാണ്. കിരണിനെ വിളിച്ച് സംസാരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. കിരൺ പറഞ്ഞു, ഇതുവരെയായിട്ടും ഒരു വിവരങ്ങൾ കിട്ടിയിട്ടില്ല അച്ഛാ, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും അവനെക്കുറിച്ച്. അപ്പോഴേക്കും ചന്ദ്രസേനൻ പറഞ്ഞു, മോനെ സൂക്ഷിക്കണം. ഒരു പക്ഷെ നീയൊക്കെ അവനെ അന്വേഷിക്കുക എന്നുള്ള കാര്യം അവൻ അറിയായിരിക്കും. അതുകൊണ്ട് അവൻ ഏത് വിധേനയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതോടൊപ്പം കാർത്തിക്കോ ലക്ഷ്മിയമ്മയ്ക്കോ എന്തെങ്കിലും അപകടം വരുത്തിയിട്ട് പോകാനായിരിക്കും അവൻ ശ്രമിക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് എപ്പോഴും ഒരു കണ്ണും വീട്ടിലേക്കും വേണം നിന്റെ. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന സമയത്താണെങ്കിൽ ഈ ഒരു പ്രശ്നമില്ലായിരുന്നു, ഞാൻ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തേനെന്ന് പറഞ്ഞു. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, അച്ഛൻ പേടിക്കൊന്നും വേണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അവൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവനെ ഞാൻ പൊക്കൂന്ന് തന്നെ പറയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും രൂപ പറഞ്ഞു, ചന്ദ്രേട്ട എനിക്കിപ്പോൾ ആകെപ്പാടൊരു പേടി തോന്നണമെന്ന് പറയാം. എന്തിന്? അല്ല, ഇനി എങ്ങാനും കല്യാണി മോളെ അവരെ ആരെങ്കിലും അവൻ വന്ന് ഉപദ്രവിക്കുമെന്ന്. നീ പേടിക്കൊന്നും വേണ്ട രൂപേ. അവൻ എവിടെ പോയി ഒളിച്ചിരുന്നാലും അവനെ പൊക്കാനായിട്ട് എളുപ്പം. അവന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാ സ്ഥലങ്ങളിൽ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ എല്ലാവർക്കും തിരിച്ചറിയാനായിട്ട് പറ്റും. അതിന് ചന്ദ്രേട്ട അവൻ അവന്റെ ഒറിജിനൽ രൂപത്തിൽ ഇറങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവൻ എപ്പോഴും മുഖംമൂടി ധരിച്ചല്ലേ ഇറങ്ങണേന്ന് ചോദിക്കണം. അത് ശരിയാ. എന്നാലും എങ്ങാനും പോലീസുകാർക്ക് സംശയം തോന്നി പിടികൂട്ടുണ്ടെങ്കിലോ? ഒന്നുമല്ലെങ്കിലും നമ്മുടെ കിരണൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോ. രണ്ടും തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പൊ അവനെ കണ്ടെത്താതെ അവർ തിരികെ പോവില്ല എന്ന് പറയണം. ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രൂപയെ സമാധാനപ്പെടുത്തുവാണ്. ആ സമയത്ത് അവനെ അന്വേഷിച്ച് നടന്ന് രതീഷും കിരണും ഒക്കെ നല്ലതായിട്ട് മടുത്തു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇതുവരെയായിട്ടും അവനെ കുറിച്ചൊരു വിവരവും കിട്ടിയില്ല. ഒടുവില് കിരൺ പറഞ്ഞു, നമുക്കെന്നാലേ തിരിച്ചു പോയാലെന്ന് ചോദിക്കണം. അപ്പോഴേക്കും വേലു പറഞ്ഞു, അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല സാറേ, നമുക്ക് പിടികൂടണം അവനെ പിടികൂടി തീർക്കണം. ഒരു പക്ഷേങ്കില് കല്യാണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൻ ഇറങ്ങൂലോ. അവനിനെ അധികം ഒന്നും ഒരിടത്ത് മാറിപ്പോയി ഒളിച്ചിരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയണം. അവൻ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് അവിടെയും കൂടെ പോയി സെർച്ച് ചെയ്യുന്നത് നല്ലതാ. ഇനിയിപ്പം ആ ദിലീപേട്ടന്റെ വീടിന്റെ അവിടെ നമ്മുടെ വീടിന്റെ അവിടെ പോയി പരിശോധിച്ചു നോക്കാം. നമ്മൾ അവിടെ പോയി പതുങ്ങിയിരിക്കുന്ന അവനും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ല. ഇനിയിപ്പൊ ദിലീപേട്ടന്റെ വീട്ടിലേക്കാണോ അവൻ ചെല്ലുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് കേട്ടപ്പം രതീഷ് പറഞ്ഞു, കിരൺ സാറേ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി രാത്രിയിൽ നമുക്ക് ഇവിടെയൊക്കെ നിരീക്ഷിക്കാം. അവൻ ചിലപ്പോ ഇങ്ങോട്ട് വന്നാലോ. ഇവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും ആപത്ത് വരുത്താനായിട്ട് അവൻ വരാതിരിക്കില്ല എന്ന് പറയണം. അങ്ങനെ അവരതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ഇതേ സമയത്ത് ഇത് ഗംഗാപ്രസാദ് അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ രണ്ടും കൽപ്പിച്ചു ഒരു ഹെൽമെറ്റ് ഒക്കെ വെച്ച് ആർക്കും അറിയാത്ത രീതിയിൽ നേരെ പുറത്തിറങ്ങുവാണ്. കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം.
ഇനി ഇപ്പം നേരെ ചെല്ലേണ്ട അവളുടെ അടുത്തേക്കാണ്, കാർത്തിയുടെ അടുത്തേക്ക്. അവളെ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം. ഈ സമയത്ത് അവിടെ ആരും കാണത്തില്ല എന്നൊരു ചിന്താഗതിയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. പക്ഷെ അവള് ഒരു തവണ തന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച, പക്ഷെ ഇത്തവണ അങ്ങനെ ആവരുത്. കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കണം. ഇനി അവളുടെ അടിയന്തരമായിരിക്കും നടക്കാൻ പോണേ. അവളെ തീർത്തിട്ട് പിന്നെ ഇവിടുന്ന് എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, ആ ഒരു ചിന്തയായിരുന്നു ഗംഗാപ്രസാദിന്. അങ്ങനെ ഗംഗാപ്രസാദ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ഇനിയിപ്പോ എന്താണോ അധിക ദിവസം ഗംഗാപ്രസാദ് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഗംഗാപ്രസാദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. കിരൺ പിടികൂടുക തന്നെ ചെയ്യും. നമ്മൾ കുറച്ചു ദിവസം ഇത് തന്നെ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്താണല്ലോ ഈ തവണ അവന് പിടികൂടിയത് തന്നെ കേട്ടോ. എന്തായാലും നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ആ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.